ഇതാരൊക്കെയാ? വാവോളെ, വാടോ. വാ വാ, കേറി വാ, കേറി വാ. ഇരിക്കെ. ഓ വാ. സൂക്ഷിച്ച്. പതുക്കെ ഇരിക്കെ. ഇരിക്കും മോളെ. അത് ഇരിക്കേ. ഇരിക്കുമോളെ. ഞാനിവിടെ നിന്നോളാം മുത്തശ്ശ. വേണ്ട വേണ്ട, നീ അവിടെ ഇരുന്നാ മതി. ഇരിക്കുമോളെ. ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. അയ്യോ അതൊന്നും വേണ്ട. അതൊന്നും പറഞ്ഞാൽ പറ്റത്തില്ല മോളെ. എന്തെങ്കിലും കുടിക്കാൻ എടുക്കും. ചെല്ല് ചെല്ല്. നമ്പ്യാർ സാറേ, ഞങ്ങള് വന്നത് മാളുവിന്റെ കല്യാണം ക്ഷണിക്കാനാ. അത് ശരി. നിങ്ങളെല്ലാവരും തീർച്ചയായും വരണം. എല്ലാരും ഉണ്ടെങ്കിലേ ഞങ്ങൾക്ക് സന്തോഷമാവുള്ളൂ കേട്ടോ. അത് പിന്നെ പ്രത്യേകം പറയേണ്ട കാര്യമുണ്ടോ രവി? പുത്തമ്പരക്കൽ നിന്ന് ഞങ്ങൾ എല്ലാവരും ഉണ്ടാവും. ഞങ്ങൾ മുൻപിൽ തന്നെ നിന്ന് മാളുവിന്റെ കല്യാണം നടത്തി തരും. ഓഹോ, കല്യാണം ഒരുക്കമൊക്കെ ഇവിടെ വരെ ആയിടൂ. അല്ല നമ്പ്യാർ സാറേ, അങ്ങനെ വലിയ ഒരുക്കങ്ങളൊന്നുമില്ല. വളരെ ലളിതമായിട്ട് നടത്താന്ന തീരുമാനം. അതെന്തിനാ അത്ര ലളിതമാക്കുന്നേ? ഞങ്ങളുടെ സാഹചര്യമൊക്കെ സാറിന്. രവി, സാമ്പത്തികത്തിന്റെ പേരിലാണെങ്കിൽ ആ കാര്യം ഇനി ആലോചിക്കുകയേ വേണ്ട. അതൊക്കെ ഞാൻ നോക്കിക്കോളാം. അയ്യോ, മാളുവിന്റെ കല്യാണം അത് നല്ല ഗംഭീരമായിട്ട് നടത്തണം. ഇപ്പൊ ഞാൻ പറഞ്ഞു എന്തായി? എന്താ സുധേ? ഒന്നുമില്ല സാറേ. മാളൂന് കുറച്ച് സ്വർണം നിങ്ങൾ ഒരുക്കിയിട്ടുണ്ടാവുമല്ലേ? അതിന്റെ കൂടെ എന്റെ വകയായിട്ടൊരു ചെറിയ സമ്മാനവും ഉണ്ട്. പിന്നെ ഡ്രസ്സിന്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാ? എവിടുന്നാ എടുക്കുന്നേ? അങ്ങനെ ഒന്നും തീരുമാനിച്ചിട്ടില്ല സാർ. അങ്ങനെ തീരുമാനിക്കണ്ട. ഒരു കാര്യം ചെയ്. ടൗണിലെ സൗവർണിക സിൽക്സിന്റെ ഓണറെ ഞാൻ വിളിച്ചിരുന്നു. അയാൾ എൻ്റെ അടുത്ത സുഹൃത്താ. നിങ്ങൾ അവിടെ പോവുക, ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യുക, കൊണ്ടുപോയിക്കൊള്ളുക. ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അയ്യോ രാജാ, അച്ഛാ, ഡ്രസ് എടുക്കുന്ന കാര്യത്തിന് നീ ഇവരുടെ കൂടെ പോകണം. മോളെ. ശരി അച്ഛാ. ഞാനിപ്പോ വരാം. ബാലാ, ഇങ്ങ് വാ. അച്ഛാ, അതെ, കല്യാണത്തിന് വേണ്ടുന്ന ബാക്കി കാര്യങ്ങളൊക്കെ നീ മുമ്പിൽ തന്നെ നിന്ന് ചെയ്തു കൊടുക്കണം. ചെയ്യാ അച്ഛാ. ശരി ശരി. മാളു, എങ്ങോട്ട് വാ മോളെ. മോളെ ചെല്ല്. ചെല്ല്. ഇതേ മുത്തശ്ശിയുടെ ചെറിയൊരു സമ്മാനം. അയ്യോ മുത്തശ്ശി, വാങ്ങിച്ചു തുറന്നു നോക്ക് മോളെ. ദാ. ഇഷ്ടപ്പെട്ടോ മോക്ക്? അയ്യോ, ഇതൊന്നും വേണ്ട മുത്തശ്ശി. എനിക്ക് മുത്തശ്ശിയുടെ അനുഗ്രഹം മാത്രം മതി. മോളെ, അങ്ങനെ പറയാൻ പാടില്ല. ഇത് വിവാഹ സമ്മാനമാ, നിരസിക്കാൻ പാടില്ല. അമ്മ പറഞ്ഞത് കേട്ടല്ലോ. മോളിരിക്കെ. അതെ, കാറ്ററിംഗിന്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാ? എല്ലാം സെറ്റാ മുത്തശ്ശ. ഒന്നിനും ഒരു കുറവും ഉണ്ടാകരുത്. ആരും കുറ്റം പറയാനും ഇടയാകരുത്. അതൊക്കെ ഞാൻ ഏറ്റു മുത്തശ്ശ. മാളവിന്റെ കല്യാണം നമ്മൾ പൊളിക്കും. അതെനിക്കറിയാം.
നമ്പ്യാർ സാറേ, എന്തേടോ? മാളുവിനോട് നിങ്ങളൊക്കെ കാണിക്കുന്ന സ്നേഹത്തിന് എങ്ങനെയാണ് നന്ദി പറയേണ്ടതെന്ന് അറിയില്ല. രവി, മാളു നമ്മുടെ കുട്ടിയല്ലേ? എന്തായാലും മാളുവിന് നല്ലൊരു ചെക്കനാ കിട്ടിയത്, അല്ലേ ആദി? ആ പിന്നെ ആ പിന്നെ ഒരു കാര്യം കൂടി. എന്താ സാറേ? കല്യാണം കഴിഞ്ഞാലും ഇവളുടെ പഠിത്തം നിർത്തരുത്. നല്ല ഭാവിയുള്ള കുട്ടിയായി ഇവള്. ഇവളുടെ പേരിൽ നാളെ രവിയും സുധയും ഈ രാമപുരവും അഭിമാനിക്കും. ഈശ്വര, പഠിത്തത്തിന്റെ കാര്യത്തില് പ്രശ്നമൊന്നുമില്ല മുത്തശ്ശ. കല്യാണം കഴിഞ്ഞാലും പഠിക്കാൻ വിടാന്ന് അവര് പറഞ്ഞിരിക്കുന്നത്. ഓ, അമ്മയൊക്കെ സംസാരിച്ചിട്ടുണ്ട്. ആ ആ, ഇരിക്കൂ. ആ, എത്തി. ആ, അച്ഛാ, കൊടുക്കുമോളെ. അച്ഛന്റെ ഈ കരുതല് അമൃതയുടെ കാര്യത്തിലുണ്ടായിരുന്നെങ്കിൽ ആ പാവത്തിനെ ഈ പട്ടിക്കാട്ടിലേക്ക് പറഞ്ഞു വിടില്ലായിരുന്നു. നമ്പ്യാർ സാറേ, എങ്കിൽ പിന്നെ ഞങ്ങളങ്ങോട്ട്. ഓ, ആയിക്കോട്ടെ ആയിക്കോട്ടെ. ഓ സാറേ, ആ, അടക്കമോളെ. മോളെ, അമ്മ അവിടെ ഓക്കെ അല്ലേ? സുമിത്രന്റെ ഏട്ടത്തിക്ക് ഇവിടെ ഒരു കുറവുമില്ല. ഏട്ടത്തി നല്ല ഹാപ്പിയാ, നല്ല സന്തോഷത്തോടെ തന്നെ ഇരിക്കുന്നത്. ആ, കേട്ടല്ലോ, സന്തോഷമായല്ലോ. അച്ഛാ, എന്നാ ശരി, പിന്നെ ശരി. ഞങ്ങൾ അങ്ങനെ ഇറങ്ങാം. ആകട്ടെ. എല്ലാവരും ശരി, ശരി. ഓ, ദാ, സൂക്ഷിച്ച് സൂക്ഷിച്ച്. ശരി സാറേ. ആ, ശരി 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 മുത്തശ്ശ. ശരി.